മലൈക്കോട്ടെ വാലിബൻ ഡിസ്കഷൻ തീരും എന്നെനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വലിയൊരു സിനിമയാണ്. ആ വലിയൊരു സിനിമയ്ക്ക് എന്തുകൊണ്ട് ഓപ്പണിങ്ങിൽ ഇത്രത്തോളം ഹെയ്റ്റ് വന്നു എന്നുള്ളത് ചർച്ചയാവതൊന്നും ഇരിക്കില്ല. ഓക്കെ, പിന്നെ മോഹൻലാൽ, LJP, പല ഫാക്ടേഴ്സും ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ കണ്ടു മനോരമ ന്യൂസിൻ്റെ ടോക്കിംഗ് പോയിന്റ്. ഓക്കെ, അത് തന്നെ വാലിബനെ വീഴ്ത്തുന്നത് ആര് എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ തന്നെ. രാവിലെ ഞാൻ കണ്ടു ചെറിയ ചെറിയ പാട്ടായിട്ട് ഷിബു ബേബി ജോൺ പ്രൊഡ്യൂസർ വന്നിട്ട് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം. ഇതിൽ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നുള്ളത് എനിക്ക് ഒട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ആ ഒരു എന്താ പറയുക തരം ആളുകളുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു തരം സിനിമ വിചാരിച്ചത്ര പോലെ അവർക്ക് ഡൈജസ്റ്റ് ആയില്ല എന്നൊക്കെ അവർ പറയാൻ കാരണം വേറെയാണ്. അത് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കേണ്ട കാര്യങ്ങൾ വേറെയാണ്. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ വെക്കാൻ പോണത്. മലൈക്കോട്ടെ വാലിബനെതിരായ പ്രചരണത്തിനെതിരെ നിർമ്മാതാവ്. ഓക്കെ, പിന്നിൽ രാഷ്ട്രീയ താല്പര്യമെന്ന് ഷിബു ബേബി ജോൺ. റിവ്യൂ ബോംബിങ്ങിൽ ലിജോ ജോസ് പല്ലിശ്ശേരി മാനസികമായി തകർന്നു. റിവ്യൂ ബോംബിങ് റിവ്യൂ ബോംബിങ് ആയോടെ ഇപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എവിടെ പോയാലും ഈ റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞിട്ട് ഇത് മൂവി റിവ്യൂവേഴ്സിൻ്റെ തലയിലാണല്ലോ വന്നിരിക്കുക. ഞാൻ ആലോചിച്ച് നോക്കുന്നത്. റിവ്യൂ ബോംബിങ് വാട്ട് എവർ യു കോൾ ഇറ്റ്. ഓക്കെ, എനിക്ക് അങ്ങനെയൊന്നും പറയാനൊരു താല്പര്യം. കാരണം ഇവിടെ റിവ്യൂ ബോംബിംഗ് ഒന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ LJP ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് മാനസികമായൊരു വിഷമം വന്നു എന്നുണ്ടെങ്കിൽ കാണൂടെ, മാനസികമായിട്ട് വിഷമം കാണും. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന മനുഷ്യൻ സ്റ്റിൽ നോ പ്ലാൻ ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ സ്റ്റില്ല് കൂട്ടിയത്. നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്നുള്ളിടത്ത് ഈ സിനിമ കഴിഞ്ഞ് ഇങ്ങേര് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ ഈ സിനിമയുടെ അതായത് ഈ ചർച്ചകൾ തുടങ്ങിയില്ല, ഈ സിനിമയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചർച്ചകൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞത് സ്റ്റിൽ ഞാൻ ആഡ് ചെയ്യാണ്, സ്റ്റിൽ നോ പ്ലാൻ ടു ചേഞ്ച്, സ്റ്റിൽ നോ പ്ലാൻ ടു ഇംപ്രസ്. അങ്ങനെ ഒരാൾ മാനസികമായി തകർന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ തകരുമെന്നും എനിക്കറിയില്ല. എല്ലാ ഒരു സൈഡിൽ വയ്ക്കാം. ഓക്കെ, എല്ലാ ഒരു സൈഡിൽ വയ്ക്കാം. അതായത് മലൈക്കോട്ടെ വാലിബന് എക്സാക്ട്ലി എന്ത് സംഭവിച്ചു എന്നുള്ളത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാൻസ്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആരാധകർ, ലാലേട്ടൻ ഫാൻസ്, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഈ സിനിമയ്ക്ക് വന്ന ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നല്ല സക്സസ്ഫുൾ ആയിട്ടാണല്ലോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. മേക്കിംഗ് വീഡിയോ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. അതിപ്പോൾ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ലൈക്ക് എ ഡേ ബിഫോർ ഐ തിങ്ക്. കംപ്ലീറ്റ് ആ ഒരു മേക്കിംഗ് വീഡിയോ ഇതിലില്ല, അത് ലാലേട്ടൻ്റെ പേജിലാണുള്ളത്. ഇത് ഞാൻ ഇത് വെക്കാൻ കാരണം ഇതിനകത്തൊരു ഫാൻ ഇംപ്രസ് ആവുന്ന രീതിയിലൊരു എക്സൈറ്റ്മെൻറ്റ് സാധനമുണ്ട്. കാരണം ലാലേട്ടൻ ചാടുന്നു പറയുന്നു, അതായത് ഡ്യൂപ്പ് ഉപയോഗിക്കുന്നില്ല, ലാലേട്ടൻ എടുക്കുന്ന എഫേർട്ട്, അത് പിന്നെ LJPയുടെ കുറച്ച് മറ്റേ തഗ് സാധനങ്ങൾ. അപ്പോൾ ഈ എല്ലാവരും വാലിബൻ്റെ ഡിസ്കഷൻ്റെ ടൈമിൽ പറയുന്നത് ലാലേട്ടൻ മമ്മൂട്ടി സിനിമകൾ വരുന്ന സമയത്ത് ലാലേട്ടൻ ഫാൻസ് ഓവർ എക്സൈറ്റഡ് ആയി, അവർ ഈ സിനിമയെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത്, ലാലേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു മീശ വിരിച്ചിങ്ങനെ മാസ് സാധനം വരുന്ന ഒരു സിംഹം വരുന്ന മാതിരി വരുന്ന ലാലേട്ടനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മമ്മൂക്ക സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിക്കോ നിങ്ങൾ, ഈവൻ മമ്മൂക്ക ഫാൻസ് ആണെങ്കിലും അവരാ ഒരു ഡിഫറെൻറ്റ് സാധനത്തിലേക്ക് ആക്സെപ്റ്റഡ് ആയി തുടങ്ങി മമ്മൂക്കയുടെ കേസിൽ. ഓക്കെ, വെറൈറ്റി, ഡിഫറെൻറ്റ്, കുറേ അധികം. ഇപ്പോൾ ബ്രഹ്മയുഗം വരുമ്പോഴൊക്കെ ആ ഡിഫറൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ക്രൗഡ് മാറി തുടങ്ങി. ആൻഡ് ആ ഒരു എന്താ പറയുക, ലാലേട്ടൻ്റെ മാസ് മമ്മൂക്കായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ മമ്മൂക്ക ക്രൗഡാണെങ്കിലും, ഈവൻ മമ്മൂക്ക ക്രൗഡാണെങ്കിൽ പോലും ലാലേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും ഇനി ന്യൂട്രൽ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മെയിനായി പ്രതീക്ഷിക്കാൻ കാരണം അവർ ആരാണ് ഈ സിനിമ എടുക്കുന്നത്, ഇത് എന്ത് കൈൻഡ് ഓഫ് സിനിമയാണെന്നൊക്കെ തോട്ട് പ്രോസസ്സ് വരുമ്പോഴാണ്. ഇപ്പം നേര് പോലത്തെ ഒരു സിനിമയിൽ ആരും ലാലേട്ടൻ്റെ ഒരു ഗർജന മാസമൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. അതിൻ്റെ സക്സസ് അതിന് കിട്ടി. നേരെ മറിച്ച് വാലിബനിലേക്ക് വരുമ്പോൾ ഒരു യോദ്ധാവ്,
എന്താ പറയുക, ഒരു ഗുസ്തിക്കാരൻ, ആ ഒരു അറ്റയർ, മൊത്തമുള്ള കോസ്റ്റ്യൂം, സിനിമയുടെ ഗ്ലിംസ്, അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ ഡേ ഗർജിക്കുന്ന ലാലേട്ടൻ എന്നുള്ളത് ഫാൻസിനെ മനസ്സിലിരിക്കും. ആ ഫോർമുല എങ്ങനെ ക്യാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് നോക്കേണ്ടത്. അത് വെരി ക്ലിയർ ആയിട്ട് പൃഥ്വിരാജ് ലൂസിഫർ ഇറങ്ങിയ ടൈമിൽ അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് കൊടുത്തപ്പോൾ ക്ലിയർ കട്ടായിട്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, ഹീ ബ്ലഡി വെൽ നോസ് ഹൗ ടു ക്യാഷ് ഇറ്റ്. നിങ്ങൾ കേട്ടോ? നമ്മളൊക്കെ ലാലേട്ടൻ ഒരുപാട് സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ ട്രൂ ഫാൻ നമ്മൾ ഒരു സ്റ്റാർഡം ഇവോൾവ് ആകുന്നതിനോടൊപ്പം നമ്മുടെ പെർസെപ്ഷൻ ഇവോൾവ് ആകണം. നമ്മൾ ഒരു ലൂസിഫർ പോലെ ഒരു സോ കോൾഡ് ഒരു ബിഗ് സ്കെയിൽ എന്റർടൈനർ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫാക്ടർ ഇൻ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ സെലിബ്രേഷൻ ഓഫ് എ സ്റ്റാർഡം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ഇമ്മൻസ് ഫാൻ ബേസ്, അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം ആസ് എ ഫിൽം മേക്കർ. നമ്മളൊരു സിനിമ എടുത്തിട്ട് ഇന്റലിജന്റ് ആയിട്ടൊരു സിനിമ എടുത്തിട്ട് അല്ലല്ലോ ഇത് ഫാൻസ് ഇങ്ങനെയൊന്നും പറയാം, അത് ദാറ്റ്സ് എൻ എക്സ്ക്യൂസ് ആക്ച്വലി. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ മുരളിയും ഞാനും ഈ സിനിമയെക്കുറിച്ച് ആദ്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമയിലെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന ആക്ടറിന്റെ ഫാൻ ബേസ് ആണ്, അദ്ദേഹത്തിന്റെ സ്റ്റാർഡമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഒരു ഓവറോൾ ഞാൻ കണ്ട ഒരു ലാലേട്ടൻ, അല്ലെങ്കിൽ ഞാൻ ബിഗ് സ്ക്രീനിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതൊരു ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്കും ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്കും നമ്മളൊക്കെ ആഗ്രഹിച്ചു. പൃഥ്വിരാജ് ആഗ്രഹിക്കുകയും ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അത് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ സക്സസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി പൃഥ്വിരാജിന് അറിയാമായിരുന്നു ഇത്രയും സൂപ്പർ സ്റ്റാർഡമുള്ള ഒരു നടൻ്റെ ഫാൻ ബേസിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരു 75% ഹിറ്റ് അടിക്കും, ഉറപ്പാണ്. ആ സൂപ്പർ സ്റ്റാർഡം, അതായത് ദ എക്സ് ഫാക്ടർ എന്ന് പറയുന്ന നമ്മൾ ഫാൻസ്, ഓക്കെ, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംഗതി, അതായത് അവർ വരും, അവരാണ് എന്നുള്ളത് അറിയാം. ഓക്കെ, നിങ്ങൾ ഇതും വാലിബനുമായിട്ട് കണക്ട് ചെയ്യും. നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറയുന്ന LJP ഒരു സൈഡിലും, ലാലേട്ടൻ്റെ സ്റ്റാർഡം പ്ലസ് നമ്മളെപ്പോലുള്ള ഓരോ ഫാൻസിനെയും കൃത്യമായി യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു പൃഥ്വിരാജിനെ പോലുള്ളൊരു ഡയറക്ടറും ഇവർ രണ്ടുപേരും ഒരു പടം എടുക്കുന്ന സമയത്ത്, ലാലേട്ടനെ വെച്ച് പടം എടുക്കുന്ന സമയത്ത് ഓബിയസ്ലി ലൈക്ക് ഫാൻസ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ചിന്തിക്കൂ, അല്ലേ? പൃഥ്വിരാജ് സംസാരിച്ചപ്പോൾ നമുക്ക് ആ ഒരു ഗൂസ് ബംസ് കിട്ടും. അപ്പുറത്തെ LJP എന്ന് പറയുമ്പോൾ LJP മൂവിയാണ്. അത് ഇനി ആര് വന്ന് അഭിനയിച്ചാലും ഇറ്റ്സ് ബ്ലഡി LJP മൂവി. LJP എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അവിടെ, ആ ബ്രാൻഡിൻ്റെ മൂവിയാണ്. ആര് വന്നു പോയാലും ഹീ പ്ലേസ് ദ ക്യാമറ, അങ്ങേര് പോവും, അങ്ങേര് ചെയ്യും, അങ്ങേര് വിട്ട്, അങ്ങേരെ സിനിമ, അങ്ങേരെ ടോൺ, അങ്ങേരെ ഫ്ലേവേഴ്സ്, അങ്ങേരെ ഇഷ്ടങ്ങൾ. അപ്പം ആ സിനിമയ്ക്കകത്തൊരു ലാൽ ഫാനിന് ലൈക്ക് എക്സൈറ്റഡ് ആവാനോ ഒരു ലാൽ ഫാനിന് മതിമറന്ന് ആഘോഷിക്കാനുള്ള ഒരു എലമെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച് നടക്കരുത്. അത് തന്നെയാണ് അവിടെ പറ്റിയത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രാജുവലി ലാൽ ഫാൻസ് മാറി തിയേറ്ററിലേക്ക് കുറച്ച് ന്യൂട്രൽ ക്രൗഡ് വന്നു, ഫാമിലീസ് വന്നു, പടം മെല്ലെ മെല്ലെ മലൈക്കോട്ടെ വാലിബൻ ഇപ്പോൾ പിക്കാവുന്നു, സക്സസ്ഫുള്ളായിട്ട് ഓടുന്നു, ഗ്രേറ്റ്. പൃഥ്വിരാജ് ഇനിയിപ്പോൾ L2 എമ്പുരാൻ വരും, ലൂസിഫർ 2 എമ്പുരാൻ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പൃഥ്വിരാജിന് ഈ ഫ്ലേവേഴ്സ് അറിയാം. ഡേ 1 മുതൽ ഫസ്റ്റ് ഷോ മുതൽ പൃഥ്വിരാജ് നോസ് ഹൗ ടു റൺ ദ ഷോ. ലൂസിഫറിൽ അത് കാണിച്ചു, L2 എമ്പുരാനിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഇത് കാണിക്കും. അതാണ് ആ ഒരു കൈൻഡ് ഓഫ് വ്യത്യാസം. പലപ്പോഴും ഒരു ഫിൽം മേക്കറിന് തെറ്റിപ്പോകുന്നത്, നമ്മൾ നമ്മുടെ സിനിമയെ കാണുന്ന ഒരു രീതി ഉണ്ടാവും. ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മൈ ഫിലിം ഇസ്. നാളെ എൻ്റെ സിനിമ നിങ്ങൾ കാണുമ്പോൾ യു മൈറ്റ് ബി സീയിങ് അനദർ ഫിലിം. ഞാൻ എൻ്റെ സിനിമയിൽ കണ്ടതായിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അതൊരു മീനിങ്ലെസ് എക്സസൈസ് ആണ്. ഇതിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സിനിമ കാണൂ, ആൻഡ് വാട്ട് യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഇസ് യുവർ എക്സ്പീരിയൻസ് ഓൺ ദ ഫിലിം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രയേ ഉള്ളൂ. ഡയറക്ടറോ പ്രൊഡ്യൂസറോ നടനോ ടെക്നീഷ്യൻസോ അവർ കണ്ട ലോകമായിരിക്കില്ല ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ ചിലപ്പോൾ ആസ് എ ഫാൻ എന്ന് പറഞ്ഞ സിനിമ കാണും, നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളുകൾ നമ്മൾ സിനിമ കാണാമെന്ന് പറഞ്ഞ് പോയിരുന്നവർ കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ വെറുതെ കാഷ്വലായിട്ട് ഇന്നിപ്പോൾ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടാവും. പക്ഷെ മെജോറിറ്റി ക്രൗഡ് ലാലേട്ടനെ ഇഷ്ടപ്പെട്ടും ആ സിനിമയിലെ ഡയറക്ടറിനെ ഇഷ്ടപ്പെട്ടും
അങ്ങനെയൊക്കെ പോയിരുന്ന് കാണുന്നവരുണ്ടോ, അല്ലെങ്കിൽ ട്രെയിലർ കണ്ട് ഇഷ്ടം ഫാക്ടർ വെച്ച് പോയിരുന്നവരുണ്ടോ? അവരാവും മെജോറിറ്റി കൂടുതൽ. അവർ ഏത് ആംഗിളിലൂടെ ഏത് മൂഡിൽ പടം കാണുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. സോ വന്നിരുന്ന് പറയാൻ സുഖമാണ്, ഓക്കെ, എൻ്റെ ബേബി എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണെന്ന് പറയാൻ സുഖമാണ്. പക്ഷേ ആളുകൾ അത് എങ്ങനെ എടുക്കണു എന്നുള്ളത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എടുത്തതിന് ശേഷം പിന്നെ ആളുകളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വരുമ്പോൾ ഓക്കെ ഞങ്ങളിങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല. ബിക്കോസ് സിനിമ വന്നു, ആളുകൾ കണ്ടു, റെസ്പോൺസ് പറഞ്ഞു, മൂവ് ഓൺ, നെക്സ്റ്റ് ഫിലിം. അതാണ് ഗെയിം. അപ്പം എന്താണെങ്കിലും ഇതോടുകൂടി ഇത് തീരും തോന്നുന്നു. കാരണം ഇതിലും നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്കിനി വാലിബന് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ പടം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് എല്ലാവർക്കും. ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ തെറിവിളി ഞാൻ സ്റ്റിൽ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. ബട്ട് അന്ന് 100 പേര് തെറി വിളിച്ചെങ്കിൽ ഇന്ന് 100 പേര് പടം അടിപൊളി എന്ന് പറയുന്നു. ഒരാളൊക്കെ വന്നിട്ട് തെറി വിളിക്കുന്നുള്ളൂ. അതാണ് അതിലൊരു മാറ്റം. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. അന്ന് വന്ന് നമ്മളെ പച്ചത്തറി വിളിച്ച് പോയവരൊക്കെ ഇന്ന് അവരാരും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എത്ര പേരാ മെസ്സേജ് അയക്കണേ അറിയോ? എത്ര പേരാ മെസ്സേജ് അയക്കണേ? അന്ന് നിങ്ങൾ തള്ളുകയെന്ന് വിചാരിച്ചു, ഞാൻ ഇപ്പോഴാണ് പടം കണ്ടത്, പടം എനിക്ക് ഇഷ്ടമായി, സോറി എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേര് വരുന്നുണ്ട്. അതാണ് ഓക്കെ. അപ്പോൾ ഇതാണ് ആ വ്യത്യാസം. ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞത് മോഹൻലാൽ, മമ്മൂട്ടി പോലെ ബ്രാൻഡുകളിൽ അതൊരു ഭയങ്കര ഫാക്ടറാണ്.